വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ 2 കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചുവന്നുള്ളി എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 2 തുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളകാണ്. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 10 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന കറിവേപ്പിലയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നാളികേരമാണ്. ഒരു ചെറിയ നാളികേരത്തിൻ്റെ 1 മുറി മുഴുവനായി ചിരകി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അടുത്തതായി ഒരു 3 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചമ്മന്തി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ റോ സ്മെല്ല് മാറുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പത്ത് 15 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം 3-4 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നാളികേരം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കൊപ്പവും അപ്പത്തിനൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിനോടൊപ്പം നല്ലൊരു സൈഡ്